ഹലോ, വെൽക്കം ടു ജുബീസ് ഫ്യൂഷൻ. ഇന്നൊരു സ്പെഷ്യൽ അച്ചാറിൻ്റെ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 92% വെള്ളം അടങ്ങിയിരിക്കുന്ന തണ്ണിമത്തൻ നമ്മുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് നമ്മളിൽ ഭൂരിഭാഗം പേരും തണ്ണിമത്തൻ്റെ ഉൾഭാഗം കഴിച്ചിട്ട് അതിൻ്റെ തൊണ്ട് കളയാറാണ് പതിവ്. ഈ വാട്ടർമെലൻ്റെ തൊണ്ടാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത്. മഗ്നീഷ്യം, പൊട്ടാഷ്യം ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഈ തൊണ്ട് ഫൈബറിൻ്റെ ഒരു കലവറയാണ്. നല്ലൊരു ഡൈജഷന് ഇത് സഹായകരമാണ്. കൊളസ്ട്രോളും ബ്ലഡ് ഷുഗർ ലെവലും ഒക്കെ ഇത് മാനേജ് ചെയ്യും. ഇത് നമുക്ക് സാലഡായിട്ടും അച്ചാറായിട്ടും ജ്യൂസായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തൊണ്ട് വെച്ചാണ് എന്നിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നല്ലതുപോലെ തൊലി നല്ലതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചുവന്ന ഭാഗം നല്ലതുപോലെ നമുക്ക് കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അതിനൊരു മധുര ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞ തണ്ണിമത്തൻ്റെ തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു തിള വന്ന് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ജൂബീസ് ഫ്യൂഷനിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. അതേസമയം നമുക്കിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഇനി എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഞാനിവിടെ ഇപ്പോൾ കായം ഇട്ടിട്ടുണ്ട്. കായപ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ ഈ കായ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കായപ്പൊടിയാണുള്ളതെങ്കിൽ അത് പിന്നെ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ കായപ്പൊടി ഇല്ലാത്ത കാരണം കായ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കായ ഇങ്ങനെ വറുത്തതിന് ശേഷം മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഉലുവയും കൂടെ പൊട്ടുന്നവരെ നിൽക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് തണ്ണിമത്തൻ്റെ ഈ തൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയും, ഇനി നിങ്ങൾ ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് ഈ സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് അവസാനത്തെ ചേരുവയായ വിനാഗിരിയും കൂടെ ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അച്ചാറിന് ആവശ്യമായ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അതല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്ത് നമുക്ക് നിർത്താവുന്നതാണ്. ഈ അച്ചാർ നമുക്ക് 2-3 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കേടാവത്തില്ല. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.